الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ വീക്ഷണപ്രകാരം ഇന്ന് ദുഃഖവെള്ളിയാണ്. അമേരിക്ക അടക്കമുള്ള ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ വിളിക്കുന്ന പേര് ഗുഡ് ഫ്രൈഡേ എന്നാണ്. അതിന് ചില കാരണങ്ങളും അവർക്ക് പറയാനുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്രൈസ്തവ സഹോദരന്മാർ ഇന്ന് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു ഐതിഹ്യമല്ല, നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് യേശു ക്രിസ്തു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഹോദരന്മാർ എന്ത് വിശ്വാസത്തിൽ അവർ ദുഃഖവെള്ളിയായി ഇന്നലെ പെസഹ വ്യാഴം പുറപ്പാട് ദിവസം, ഇനി തൊട്ടടുത്ത ദിവസം ഈസ്റ്റർ ആഘോഷിക്കുക. അവർ അവരുടെ വിശ്വാസപ്രകാരം ചെയ്തു കൊള്ളട്ടെ. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ അവരുടെ മാതാവ് മറിയം എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹ എന്ന് പറയണമെന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. കാരണം ഇസ്ലാമിന് അന്യമായ രണ്ട് വ്യക്തിത്വങ്ങളല്ല യേശു ക്രിസ്തുവും അവരുടെ മാതാവ് മറിയം ബീവി.
വിശുദ്ധ ഖുർആനിൽ മറിയം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ധാരാളം പ്രതിപാദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യേശു ക്രിസ്തുവിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മരണവും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞത്. അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു പ്രവാചകനും നൽകപ്പെടാത്ത രൂപത്തിലുള്ള അമാനുഷികതകൾ നൽകി അള്ളാഹു ആദരിച്ച ഒരു പ്രവാചകനാണ്. മാത്രവുമല്ല, പ്രവാചക കുടുംബത്തിലെ കാരണവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട, ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു സന്താനമായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. മാത്രവുമല്ല, AD യും BC യും നമുക്കറിയാം. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചരിത്രത്തെ രണ്ട് ഭാഗമായി വിഭജിക്കുമ്പോൾ ഒന്ന് AD യും ഒന്ന് BC യുമാണ്. AD എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലത്തെയാണ് AD എന്ന് പറയുന്നത്. BC എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് BC എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വിശ്വസിക്കേണ്ടുന്ന ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പ് പ്രബോധന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രവാചകൻ കൂടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനും ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായി വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഈ അത്ഭുതങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും പല രൂപങ്ങളിലാണ് അതിന് വിലയിരുത്തുന്നത്. ഇപ്പോ പിതാവില്ലാതെ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ജൂത സമൂഹങ്ങളിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി വരുന്നത്. ജൂതന്മാരാണ്. തൗറാത്തിനെ അംഗീകരിച്ചുകൊണ്ട് തൗറാത്ത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചത്. പിന്നീടാണ് അദ്ദേഹത്തിന് ഇഞ്ചീൽ അള്ളാഹു തആല വേദഗ്രന്ഥമായി നൽകുന്നത്. ഈ ജൂതന്മാര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണക്കാക്കുന്നത് അദ്ദേഹം ഒരു ജാരസന്തതിയാണ് എന്നാണ്. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ കണക്കാക്കുന്നത് അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണ് എന്ന രൂപത്തിലാണ്. മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കണക്കാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകൻ മാത്രമാണ്, പുത്രനല്ല എന്നുള്ള വിശ്വാസമാണ് മുസ്ലിങ്ങൾ പുലർത്തേണ്ടത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി ഇവർ കണക്കാക്കാനുള്ള ഒരു കാരണം ഞാൻ ഓതിയ ആയത്തിൽ അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നു. സൂറത്ത് ആൽ ഇംറാനിലെ 59-ാമത്തെ വചനം എന്താ പറയുന്നത്? പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാനുള്ള കാരണം. ഈ വാദഗതിയെ അള്ളാഹു ശക്തിയുക്തം എതിർക്കുകയും തകർക്കുകയുമാണ്. അള്ളാഹു ഇന്ന മസല ഈസാ ഇൻദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ അരികിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപമ കമസലി ആദം, ആദം നബിയുടെ ഉപമ പോലെയാണ്. ആദം നബിയെ പോലെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു വേള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഒരു പടി കടന്നതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. എന്താ കാരണം?
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉമ്മയുണ്ട്, മറിയം ബീവിയുണ്ട്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാതാവുമില്ല, പിതാവുമില്ല. അപ്പം ദൈവപുത്രൻ എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് ആരെയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. കാരണം എന്താ? ബാപ്പിയില്ല, ഉമ്മയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അരികിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ രൂപം തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും. ഖലഖഹു മിൻ തുറാബ്. ആദം നബിയെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറയാണ്? അദ്ദേഹത്തെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മറ്റത് മറിയം ബീവിയുണ്ട്. ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു നീ ഉണ്ടാകുക. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ പിതാവില്ലാതെ ജനിച്ചു എന്നതാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയാനുള്ള കാരണമെങ്കിൽ ആരെയാണ് ശരിക്കും പറയേണ്ടത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്കിവിടെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്ന ഈ വാദഗതി പിന്നീട് വരികയും, ഇപ്പൊ നമ്മൾ ആലോചിക്കാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട്, കർത്താവിനെ വിളിക്കുന്നുണ്ട്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് മറിയം ബീവി ഉണ്ട്. ഈ മറിയം ബീവി ആരെയായിരുന്നു വിളിച്ചിരുന്നത്? പടച്ചവനെയായിരുന്നു വിളിച്ചിരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തുമാരെയാണ് വിളിച്ചത്, പടച്ചവനെയാണ് വിളിച്ചത്. ഇത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അംശമാണ്, അല്ലെങ്കിൽ ത്രിത്വത്തിലെ, അങ്ങനെയാണ് ക്രൈസ്തവ സഹോദരന്മാർ സങ്കല്പിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും കൂടി കൂടിയതാണ് 1+1=3 എന്നാണ് സാധാരണ ഉത്തരം പറയേണ്ടത്. പക്ഷെ ക്രൈസ്തവ സഹോദരന്മാരുടെ വിശ്വാസപ്രകാരം 3 1 കൂട്ടിയാലും 1 തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ക്രൈസ്തവ സഹോദരന്മാരോട് അന്ന് സൂചിപ്പിക്കുകയാണ്, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ. ഇവിടെ നോക്കൂ നിങ്ങൾ, വേദം നൽകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ക്രൈസ്തവ സഹോദരന്മാർ. ജൂതന്മാർ വിശ്വാസികളുമായി, മുസ്ലിങ്ങളുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് അന്ന് പറയുകയാണ്, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, വേദം നൽകപ്പെട്ടിരിക്കുന്ന അഥവാ ഇഞ്ചീൽ നൽകപ്പെട്ടിരിക്കുന്ന സമൂഹമേ, ലാ തഖുലു ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല, അതിര് കവിയാൻ പാടില്ല. എന്നിട്ട് അതാ വലാ തഖൂലു അലല്ലാഹി ഇല്ലല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ഹക്കല്ലാത്തത് പറയാൻ പാടില്ല. പടച്ചവൻ, കർത്താവ്, പടച്ചവന്റെ പേരിൽ നിങ്ങൾ ഹക്കല്ലാത്തത്, യാഥാർത്ഥ്യമല്ലാത്തത് പറയാൻ പാടില്ല. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, അല്ലാഹ് കൃത്യമായി പറയാണ്, തീർച്ചയായും മറിയം ബീവിയുടെ മകൻ ഈസാ മസീഹ് അള്ളാഹുവിന്റെ ദൂതന്മാരിൽപ്പെട്ട ഒരു ദൂതൻ മാത്രമാണ്. ഒരുപാട് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരിൽ വന്ന ഒരു പ്രവാചകൻ മാത്രമാണ്, റസൂലുള്ളാഹിയാണ്. വകലിമതുഹു അൽഖാ ഇലാ മറിയം, മറിയമിലേക്ക് ഇട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വചനമാണ്. വറൂഹു മിൻഹു, അള്ളാഹുവിന്റെ ആത്മാവുമാണ്. ഫആമിനു ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലു സലാസത്തുൻ, നിങ്ങൾ പടച്ചവൻ 3 എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അഥവാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ 3 കൂടി കൂടിയതാണ് ദൈവം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല, പടച്ചവൻ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഇന്തഹു, നിങ്ങൾ ഈ വാദഗതിയിൽ നിന്നും വിരമിക്കുക, അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും സർവശക്തനായ അല്ലാഹു ഏകനാണ്, അവൻ ഏകനാണ്. കാരണം എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പിന്നീട് വന്ന സർവ്വ പ്രവാചകന്മാരെയും സൃഷ്ടിച്ച് പരിപാലിച്ച ഈ പടച്ച തമ്പുരാൻ ഏകനാണ്. ഇപ്പോഴും മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവൻ ഏകനാണ്. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ്, അവനൊരു കുട്ടി ഉണ്ടാകുക, സന്താനത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമിയിലുള്ളത് എല്ലാം അവനാണ്. വകഫാ ബില്ലാഹി വകീല, പടച്ചവൻ തന്നെ മതി നിങ്ങൾക്ക് കാര്യങ്ങൾ ഭരണമേൽപ്പിക്കാൻ. ഇപ്പൊ ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല,
ദൈവത്തിന്റെ അംശവുമില്ല. മാത്രമല്ല തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സങ്കല്പവും ഇസ്ലാമികമായി അത് ശരിയല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. സൂറത്ത് ഇഖ്ലാസിൽ അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക, അല്ലാഹു ഏകനാണ്. ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ആരെയും പടച്ചവൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും മറ്റുള്ളവരെ ആശ്രയിക്കണം. പ്രവാചകന്മാർ മറ്റുള്ളവരെ ആശ്രയിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ആശ്രയിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു പടച്ചവനെ കർത്താവിനെ ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരിലും നിരാശ്രയനാണ് അല്ലാഹു. അവൻ ജനിച്ചവനല്ല, അവൻ ജനിപ്പിച്ചവരുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അവൻ ഏകനാണ്. ഇതാണ് അല്ലാഹു. അവന് തുല്യരായി മറ്റാരുമില്ല. ഇതാണ് ഇസ്ലാമിലെ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. അല്ലാഹു എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അവൻ ഏകൻ. അവന്റെ ആ അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അതാണ് എന്ന് ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരിക. ഞാൻ സൂചിപ്പിച്ചു, ജൂത സമൂഹത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചിത്രം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജൂതന്മാരായിട്ടുള്ള ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകൾ പലിശക്ക് പണം കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ ടീം ഒരു വിഭാഗം മാത്രം. അവിടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് നേർച്ച വാങ്ങി ഈ പലിശക്കാരിൽ നിന്നും മറ്റൊക്കെ വാങ്ങി തിന്ന് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി കൊണ്ടുവരുന്നത്. ഈ പ്രവാചകനായി വന്നപ്പോൾ അവർ സ്വാഭാവികമായും അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പല രൂപങ്ങളിലുള്ള തന്ത്രങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ലോകത്ത് ഒരു പ്രവാചകനും നൽകാത്ത അത്രയും വലിയ അതിമാനുഷികതകൾ, മുഅ്ജിസാത്തുകൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നി അഖ്ലുഖു ലക്കും മിനൽ തീനി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്നും രൂപമുണ്ടാക്കി തരും. കഅയ്യത്തി തൈർ, പക്ഷിയുടെ രൂപമുണ്ടാക്കുക കളിമണ്ണ് കൊണ്ട്. ഫഅൻഫഖു ഫീഹി, എന്നിട്ട് ഞാൻ അതിലൂതും. ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്, അങ്ങനെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അത് ജീവനുള്ള ഒരു പക്ഷിയായി മാറും. എന്തിനാണ് ഈ മുഅ്ജിസത്തൊക്കെ നൽകിയത്? ഈ പ്രവാചകനിൽ വിശ്വസിക്കാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് വരാൻ വേണ്ടി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്തുകൾ നൽകുന്നത്. ഇത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയെ ജീവൻ നൽകുവാൻ പടച്ച തമ്പുരാന്റെ അനുമതി പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് പറയുന്ന അസുഖവും അന്ധതയും പടച്ച തമ്പുരാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ മുഅ്ജിസത്തിനാൽ കൽപ്പിച്ചു. എത്രയേറെ അറിയോ, മരിച്ചുപോയ ചില ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് പോലും ഈസാ നബിക്ക് നൽകിയതാണ്. വല്ലാത്ത ഏറ്റവും വലിയൊരു അമാനുഷികതയാണ്. മരിച്ച ആളുകളെ, എല്ലാവരും നല്ല, ചില സന്ദർഭങ്ങളിൽ പടച്ച തമ്പുരാൻ അങ്ങനെ അദ്ദേഹത്തിന് കഴിവ് നൽകി. നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത്, നിങ്ങളെ വീട്ടിൽ നിന്ന് എന്ത് ഭക്ഷിച്ചാണ് നിങ്ങൾ വന്നത് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഇതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് അതിമാനുഷികമായ മുഅ്ജിസത്തുകൾ നൽകി തന്റെ പ്രവാചകത്വത്തെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല നൽകിയതാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ജൂതന്മാരെ വിശ്വസിക്കാനില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഹവാരിയങ്ങൾ മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത്. മാത്രവുമല്ല, ഇവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയും കുറെ കാലം കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവരെന്തു കുതന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവരെന്താ തീരുമാനിച്ചത്? അന്ന് റോമ ഭരിച്ചിരുന്ന സീസർ ചക്രവർത്തിക്ക് എതിരാണ് യേശു ക്രിസ്തുവിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രബോധനം വന്നു. അതുകൊണ്ട് ആ റോമ ചക്രവർത്തിനെ ഇവര് തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഫലസ്തീനിൽ ഉണ്ടായിരുന്ന പിലാത്തോസ് എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ ഭരണാധികാരിയുടെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തെ ക്രൂശിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്, തന്ത്രം പ്രയോഗിച്ചത്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. യൂദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുചരനെ കൊണ്ട് തന്നെ, ഒരു സഹാബിയെ കൊണ്ട് തന്നെ 30 വെള്ളിക്കാശ് കൊടുത്തുകൊണ്ട്
ഈസാ നബി യേശു ക്രിസ്തു ഏതാണ് എന്ന് കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ ഈ പിലാത്തോസിന്റെ പട്ടാളക്കാരിൽ അദ്ദേഹത്തെ ബന്ദിയാക്കുകയും പിടിച്ചുവെക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നാണ് ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത്. ഈ വിഷയം അള്ളാഹു കൃത്യമായി സൂചിപ്പിക്കുന്നത് പല ആയത്തിലുണ്ടായി. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തന്ത്രം പ്രയോഗിച്ചു. ആദ്യം തന്നെ ഈ അദ്ദേഹത്തിന്റെ അനുചരനായ യൂദാസിനെ 30 വെള്ളിക്കാശ് കൊടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു, അത്താഴം കഴിക്കുന്ന സമയത്ത് ശിഷ്യന്മാരുടെ കൂടെ അത്താഴം കഴിക്കുന്ന സമയത്ത് ഏതാണ് യേശു ക്രിസ്തു എന്ന് പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അതാണ് അവർ തന്ത്രം പ്രയോഗിച്ചത്. മറ്റൊരു തന്ത്രം എന്താ? ഈ സീസർ ചക്രവർത്തിയുടെ ഭരണത്തിന് എതിരാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കി തന്ത്രം പ്രയോഗിച്ചു. അതല്ല അവർ എളുപ്പമാക്കറു, അവർ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവരല്ലാഹു. എന്നിട്ട് എന്താ സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ കൃത്യമായി കാര്യം പറയുന്നുണ്ട്. അവർ പറഞ്ഞു, ജൂതന്മാര്, ഞങ്ങൾ മറിയമിന്റെ മകൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർക്ക് അദ്ദേഹത്തെ ക്രൂശിച്ചു കൊല്ലുവാനും സാധിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ നിന്ന സമയത്ത് അവർക്ക് സാദൃശ്യമായി തോന്നുകയാണ് ചെയ്തത്. അതെന്നെയാണോ ഈസാ നബി, ഇതെന്നെയാണോ യേശു ക്രിസ്തു എന്ന് പരസ്പരം സാദൃശ്യം സംഭവിച്ചു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുള്ള ആളുകൾ അവർ തീർച്ചയായും സംശയത്തിൽ തന്നെയാണ്. അവർക്ക് യാതൊരു വിവരവും ഇതിനെ കുറിച്ചില്ല. ഊഹത്തെ പിന്തുടരുക എന്നതല്ലാതെ. ഇത് ബൈബിളിന്റെ ചില വിശദീകരണങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അല്ല പറയുന്നു, അല്ലാഹു വളരെ കൃത്യമായി കണിശമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, യേശു ക്രിസ്തുവിനെ ഈ ദുഃഖ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ക്രൂശിച്ചു കൊല്ലാൻ സാധിച്ചില്ല. ഉറപ്പായും ഗണ്യമായും അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉയർത്തി. തീർച്ചയായും അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് പലപ്പോഴും യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇസ്ലാം എന്ന് പറയുന്നു എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ ആളുകൾ പോലും ക്രൈസ്തവ സഹോദരന്മാരുടെ വിശ്വാസമാണ് മനസ്സിലാക്കുന്നത്. ക്രൂശിച്ചു കൊന്നു എന്നൊക്കെ ധാരണയാണുള്ളത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദുഃഖ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ അവർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസപ്രകാരം ജൂതന്മാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യഭിചാര പുത്രനെ ഞങ്ങൾ തൂക്കിക്കൊന്നു, ഞങ്ങൾ ക്രൂശിച്ചു കൊന്നു. ക്രൈസ്തവ സഹോദരന്മാരുടെ വിശ്വാസപ്രകാരം എന്താ? മനുഷ്യൻ ജന്മനാ തന്നെ പാപിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവിയും കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന കായ്ക്കന് ഭക്ഷിച്ചില്ലേ. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും പാപികളാണ്. അതുകൊണ്ട് ഈ പാപഭാരം ഏൽക്കാൻ വേണ്ടി ദൈവപുത്രനായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അങ്ങനെ സ്വയം ക്രൂശിതനായി എല്ലാ പാപഭാരവും വഹിച്ചിരിക്കുന്നു ഈ ക്രൂശിതമായ ഈ സംഭവത്തോടു കൂടി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസവും ഇതിന് രണ്ടിനും എതിരാണ് ഇസ്ലാം. ഈ രണ്ട് വിശ്വാസവുമല്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജാരസന്തതിയല്ല. അദ്ദേഹത്തെ ജൂതന്മാർക്ക് കൊല്ലുവാൻ സാധിച്ചിട്ടില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം ക്രൂശിതനായി മനുഷ്യന്മാരുടെ പാപങ്ങളെല്ലാം ഏറ്റ്, അങ്ങനെ ഒരു സംവിധാനമില്ല. ഓരോ മനുഷ്യനും ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും ഫലം അവർ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിത്രം കൃത്യമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും ശരിയായ ദീൻ പഠിക്കാൻ
അത് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹി ബഅദ്. സ്നേഹിതരായ കാരണവന്മാരെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാല അവധിയാണ്. പല മാതാപിതാക്കളും, പ്രത്യേകിച്ചും മാതാക്കൾ, സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന, പറയാതെ പറയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്, അവർക്ക് എന്ത് ശിക്ഷണമാണ് നൽകേണ്ടത്, അവരെ നാടിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളായി എങ്ങനെ വളർത്തണം എന്ന് ഗൗരവപരമായി ആലോചിക്കേണ്ടത് ആദ്യമായി സ്വന്തം മാതാപിതാക്കളാണ്. അവർക്ക് വെളിച്ചം നൽകേണ്ടത്, മാതൃക കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മാതാപിതാക്കളായിട്ടുള്ള ആളുകളാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ. എൻ്റെ മക്കളും ശ്രദ്ധിക്കുക, സ്കൂൾ അവധിക്കാലമാകുമ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതല്ല. നമ്മെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ പടച്ചവനോട് ഉള്ള കടപ്പാടുകൾ എൻ്റെ പ്രിയപ്പെട്ട മക്കള് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ മക്കളെയും ഇത്രയും കാലം നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ പൊന്നോമന മാതാപിതാക്കളെ അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി അതിൻ്റെ പടച്ചോനുള്ള കടപ്പാട് നിർവഹിക്കുന്നതോടുകൂടി നിങ്ങളാക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ നമ്മുടെ മക്കള് നമുക്ക് കൺകുളിർമയാകണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വളർത്തുന്ന ആ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള ഒരു ഉപദേശമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട് നമ്മളെ സ്നേഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രായമുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളോ നമ്മുടെ അയൽപ്പക്കക്കാരോ നമ്മുടെ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ ഒന്നുമല്ല. നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണോ സ്നേഹിക്കുന്ന പുരുഷനോ ഒന്നുമല്ല. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ഉമ്മയായിരിക്കും. സംശയിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര വയസ്സിലോ 60ഓ 70ഓ വയസ്സുള്ള ഒരു മകനാണെങ്കിലും അവരുടെ ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ആ പ്രായമുള്ള മകൻ ഒരു മകനാണ്. ആ ഉമ്മ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉമ്മയുടെ വില നമുക്കറിയുള്ളൂ. അതിന് പകരം വെക്കാൻ ലോകത്ത് ആരുമില്ല. അത് ആദ്യം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉമ്മാരെ വേദനിപ്പിക്കുന്ന ഒരു സമീപനം, ഒരു സ്വഭാവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അത് വാക്കുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല. അതാണ് വലാത്തക്കുള്ള ഉമ്മ ഉഫ് എന്നൊക്കെ പറഞ്ഞത്. അത് വലിയവർക്ക് മാത്രമുള്ളതല്ല, കുട്ടികൾക്കുള്ളതാണ്. നിങ്ങള് മാതാവിനോടും പിതാവിനോടും ഒരു കാര്യം പറയുമ്പോൾ അത് വെറുത്തും നിങ്ങൾ എന്ന് പറയരുത്, എനിക്കതിന് ഒഴിവില്ല എന്നുള്ള നമ്മളെ പല പദപ്രയോഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് എന്നോടും നിങ്ങളോടും കുട്ടികളോടും എല്ലാവരോടും. രണ്ടാമത് നമ്മളോടുള്ള ഏറ്റവും വലിയ കടപ്പാട് റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനെയാണ്. ആരോടാണ് ഏറ്റവും ഞാൻ കടപ്പാട് കാണിക്കേണ്ടത്? റസൂലുള്ളാഹിയോട് സഹാബി ചോദിച്ചില്ലേ? അപ്പൊ സഹാബിനോട് അല്ലാഹു റസൂൽ പറഞ്ഞെന്താ? ഉമ്മുക, എന്റെ ഉമ്മാനോടാണ്. സുമ്മായി, പിന്നെ ആരോടാണ്? ഉമ്മുക, നിന്റെ ഉമ്മാനോടാണ്. വീണ്ടും റസൂലുള്ളാഹിയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഉമ്മുക, ഉമ്മാന്റെ സ്നേഹം അതിന് പകരം വെക്കാൻ ഈ ലോകത്തൊരു സ്നേഹമില്ല. നമ്മളൊക്കെ മാരും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അവര് തിന്നിട്ടില്ലെങ്കിലും അവര് തീറ്റിട്ടുണ്ടാവും. അവർ ഉറങ്ങിയിട്ടില്ലെങ്കിലും അവർ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഉമ്മാരെ നമ്മൾ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കും. മറ്റൊന്ന് ഉപ്പാര് സ്നേഹം അങ്ങനെ കാണിക്കൂല. ഓരോ ഉള്ളിലുണ്ടാവും. വല്ലാത്തൊരു സ്നേഹമാണ്. രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. ആ ഉപ്പയുടെ സ്നേഹം ചിലപ്പോൾ കാണിക്കുന്നില്ല എങ്കിലും, ചിലപ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളും സ്നേഹത്തിന്റെ കരളാണ്. അപ്പൊ അവരോട് നിങ്ങൾ
അതിൻ്റെതായ കടപ്പാട് പഠിക്കണം. റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് സാന്ദർഭികമായി ശ്രദ്ധപ്പെടുത്താൻ, ഇത് വലിയവരും കുട്ടികളൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പ്രത്യേകിച്ചും ഈ വെക്കേഷൻ കാലം. റസൂലുള്ള പറയാം, നമ്മൾ പലപ്പോഴും ഈ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പലപ്പോഴും കുട്ടികൾ അകന്നു നിൽക്കും, അവരെ ഫ്രണ്ട്സിന്റെ കൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നല്ല ഒരു മനുഷ്യന്റെയും ചീത്ത ഒരു മനുഷ്യന്റെയും ഉദാഹരണം, ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, കഹാമിനിൽ മിസ്കി വനാഫിഖിൽ കീരി. എന്താ പറഞ്ഞത്? നമ്മൾ കൂട്ടുകൂടുമ്പോ, നമ്മുടെ മക്കൾ കൂട്ടുകൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആരോടാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്? പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി, പല തെറ്റുകളുടെയും ലിസ്റ്റ് എടുക്കുമ്പോ, കാരണങ്ങൾ പരിശോധിക്കുമ്പോ അവന്റെ കൂട്ടുകെട്ടായിരിക്കും അതിന്റെ കാരണങ്ങൾ. മയക്കുമരുന്നാണെങ്കിലും ലഹരിയാണെങ്കിലും മറ്റ് വേണ്ടാത്തരങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അത് മാത്രമാണ് കാരണം എന്ന് പറഞ്ഞുകൂടാ. ഈ കാരണങ്ങളിൽ ഒന്ന് അവന്റെ കൂട്ടുകെട്ടായിരിക്കും. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകെട്ടിന്റെയും ചീത്ത കൂട്ടുകെട്ടിന്റെയും ഉദാഹരണം ഏതുപോലെയാണ്? അത് ഒരു കസ്തൂരി വിൽപ്പനക്കാരന്റെയും ഉലയിലൂതുന്ന ഒരു കൊല്ലന്റെയും ഉദാഹരണം പോലെയാണ്. എന്ന് പറഞ്ഞാൽ കസ്തൂരി വിൽപ്പനക്കാരനായ ആള് ഒരു അത്തർ വിൽപ്പനക്കാരനായ ആളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോ അയാളിൽ നിന്നും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് സുഗന്ധം വരും, ചിലപ്പോ നമുക്കത് വാങ്ങാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഒന്നുകിൽ നിനക്ക് അത്തർ വാങ്ങി നിന്റെ ശരീരത്തിൽ പുരട്ടാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിനക്ക് സൗജന്യമായി ലഭിച്ചു എന്ന് വരും. നിങ്ങളുടെ പത്രക്കാരെത്തി എന്നാലും വെറുതെ ഒരു മൂടിയെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാമ്പിൾ തരും, അങ്ങനെയാണ് റസൂലുള്ള പറയാണ്. അല്ലെങ്കിലോ നിനക്ക് നല്ല സുഗന്ധമെങ്കിലും അവന്റെ പരിസരത്ത് നിന്ന് നിനക്ക് ലഭിക്കും. രണ്ടാമത് റസൂലുള്ള പറഞ്ഞത് എന്താ? ചീത്ത കൂട്ടുകാർക്ക് അത് ഉലയിൽ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. അവിടെ നമ്മൾ അശ്രദ്ധനായി നിന്നാൽ നിന്റെ വസ്ത്രത്തെ അത് കരിച്ചു കളയും. അതിങ്ങനെ തിരിക്കുമ്പോ അതിങ്ങനെ പൊരി പാറും, തീപ്പൊരി പാറും. നമ്മൾ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ നമ്മുടെ വസ്ത്രത്തിലേക്ക് അതിന്റെ തീപ്പൊരി പാറും, വസ്ത്രം കേടുവരും. അല്ലെങ്കിൽ നിനക്ക് മോശമായ വാസനയായിരിക്കും അവിടെ ലഭിക്കുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കള് ആരുടെ കൂടെയാണ് കൂടുന്നത് എന്ന് കൃത്യമായ അവബോധം ഉണ്ടാകണം. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓനാണ് എന്റെ കുട്ടിയെ കേടിയെത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്ന പരാതിയല്ല, എന്റെ മകനെ കേടിവരുത്തിയത് ഓനല്ല, ഓൻ സ്വയം കേടുവന്നതല്ല, ഓന്റെ ആ ചങ്ങായിയാണ് കേടുവരുത്തിയത്, ആ ചങ്ങായിക്കാണ് കേടുവരുത്തിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മുടെ വെക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പടച്ചോനെ കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുക, മാതാപിതാക്കളോടുള്ള കടമയും ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിക്കുക. അങ്ങനെ നല്ല മക്കളായി നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും മാലിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി വളരാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക, റബ്ബനാ ഹബ് ലനാ മിൻ സുവാജിനാ വ ദുരിയാത്തിനാ ഖുറത അയ്ൻ. പടച്ചോനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. മക്കളുണ്ടാകില്ല, ആ മക്കളെ കാണുമ്പോൾ, ആ മക്കളെ കുറിച്ചുള്ള വിവരം കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം, കൺകുളിർമ. അങ്ങനത്തെ മക്കളായി വളർത്താൻ വേണ്ടി നമ്മൾ പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, അല്ലാഹു അവർക്കെല്ലാം മാഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, പലതരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരികൾ, റബ്ബേ അവിടെ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും കബർശിക്ഷയിൽ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ. തമ്പുരാനെ, അല്ലാഹു അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാത്തിനാ ഖുറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ബില്ലാഹി റബ്ബിൽ